ഗുഡ് മോർണിംഗ്, പ്രൈസ് ഗോഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഒരിക്കൽ കൂടി ഈ പ്രഭാതത്തിൽ മഹത്വപ്പെടട്ടെ. ഈ പകൽ നിങ്ങളോടൊപ്പം ദൈവത്തിൻ്റെ വചനവുമായി കടന്നു വരാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. നിങ്ങളെല്ലാവരും സന്തോഷമായും സുഖമായിട്ടും ഒക്കെ ആയിരിക്കുന്നു എന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. കർത്താവിൻ്റെ വചനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ റോമർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു. തിരുവെഴുത്ത് എന്ത് പറയുന്നു? അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്ന് തന്നെ. ഞാൻ ഒരിക്കൽ കൂടി ആ വാക്യം ആവർത്തിക്കുന്നു. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. ഈ നാളുകളിൽ നമ്മുടെ വിശ്വാസം നിമിത്തം, നാം ദൈവത്തിൽ വിശ്വസിച്ചത് നിമിത്തം ഒത്തിരി ത്യാഗങ്ങൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ടാകാം. നമുക്കൊത്തിരി സന്തോഷമുണ്ടാക്കുന്ന, ഒത്തിരി നമുക്ക് നല്ലതെന്ന് തോന്നുന്ന, ഒരിത്തിരി ഭംഗിയുള്ളതെന്ന് തോന്നുന്ന പലതും നമുക്ക് ത്യജിക്കേണ്ടി വന്നിട്ടുണ്ടാകാം. കർത്താവായ യേശുവിനെ വിശ്വസിച്ചത് നിമിത്തം, അഥവാ ദൈവത്തിൽ വിശ്വസിച്ചത് നിമിത്തം, ഈ വിശ്വാസ മാർഗത്തിലേക്ക് വന്നത് നിമിത്തം ഒത്തിരി ബന്ധങ്ങൾ നമുക്ക് നഷ്ടപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ടാകാം. എന്നാൽ ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഇടപെടുന്നു. എന്തൊക്കെയോ നഷ്ടപ്പെട്ടു, എന്തൊക്കെയോ ത്യജിക്കേണ്ടി വന്നു, എന്തൊക്കെയോ വിട്ടുകൊടുക്കേണ്ടി വന്നു, എന്തൊക്കെയോ നഷ്ടപ്പെടുത്തേണ്ടി വന്നു. എന്നാൽ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിനെ നോക്കി പറയുന്നു, വിശ്വാസത്തിന് വേണ്ടി ഒത്തിരി ത്യാഗം സഹിച്ച ആരോ ഇന്ന് പകലെന്നെ കേൾക്കുന്നു. നിന്നോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയുന്നു, ഈ ലോകം നിന്നെ തള്ളിയിട്ടുണ്ടാകാം, ഈ ലോകം നിന്നെ അംഗീകരിച്ചിട്ടുണ്ടാകത്തില്ല, ഈ ലോകം നിനക്ക് വില തന്നിട്ടില്ലായിരിക്കാം. പക്ഷെ ഇന്ന് പകൽ വിശ്വസിച്ച നിന്നെ നോക്കി പരിശുദ്ധാത്മ പറയുന്നു, ദൈവം അത് നീതിയായി കണക്കിട്ടിരിക്കുന്നു. ദൈവം അതിന് നിനക്കിതാ പ്രതിഫലം തരുവാൻ പോകുന്നു. അത് കടമായിട്ടല്ല, ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ കൃപയാൽ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പോകുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, കേട്ട വചനത്തിൻ്റെ മുൻപാകെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ വിശ്വസിച്ചത് നിമിത്തം ഒത്തിരി ത്യാഗങ്ങൾ അനുഭവിക്കേണ്ടി വന്നു, ഒത്തിരി വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വന്നു, ഒത്തിരി പലതും വിടേണ്ടി വന്ന, ഒത്തിരി നഷ്ടങ്ങൾ സംഭവിച്ച, ഒത്തിരി ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തേണ്ടി വന്ന പലരും ഇന്ന് പകലെന്നെ കേൾക്കുന്നുണ്ട്. ദൈവം അതെല്ലാം ഈ നാളുകളിൽ നീതിയായി കണക്കിട്ടുകൊണ്ട് ദേശത്തിൻ്റെ നടുവിൽ ദൈവം അവരെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. എല്ലാ ആത്മീയ ഭൗതിക അനുഗ്രഹങ്ങളാലും നന്മകളാലും തൻ്റെ മക്കളെ നിറച്ചാട്ടെ. മഹത്വം മുഴുവനും അങ്ങേക്ക്. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി നന്ദി, യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവം സകലത്തെയും നീതിയായി കണക്കിടുന്ന ദൈവമത്രേ. ഗോഡ് ബ്ലസ് യു.